ഗാസയിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്ന് സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ വാസയോഗ്യമായ ഒരു സാഹചര്യം ഗാസയിൽ ഇല്ലെന്നും ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസ യുദ്ധം അവസാനിപ്പിച്ചതായി ഔദ്യോഗികമായി US ക്യാബിനറ്റിനെ ട്രംപ് അറിയിച്ചു. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് 200 സൈനിക വിഭാഗത്തെയും അമേരിക്ക ഇസ്രായേലിലേക്ക് അയക്കും. Well, they know exactly what we're doing. We're going to create something where people can live. You can't live right now in Gaza. The place is it's a horrible situation. Nobody's ever seen anything like it. So yeah, we're going to create better conditions for people. Yeah, please. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കൂടുതൽ വിശദാംശങ്ങൾ. അനഘ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയിൽ നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിനനുബന്ധമായി നടന്ന മാധ്യമ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അവിടെ അങ്ങനെ ജീവിക്കാവുന്നൊരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അതായത് ഗാസ പൂർണ്ണമായും തകർന്നടിഞ്ഞൊരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഗാസയിൽ നിന്നും ആളുകളെ മാറ്റുന്നത് ഉൾപ്പെടെ പരിഗണിക്കും. അതിന് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലൊരു നീക്കം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ ഗാസയിലെ ജനങ്ങളെ താല്പര്യമുള്ളവരെ മാറി താമസിക്കുന്നതിനുള്ള അനുവാദം നൽകണം, അല്ലെങ്കിൽ അതിനുള്ള അംഗീകാരം നൽകണം എന്നൊരു നിലപാട് അറിയിച്ചിരുന്നു. ആ നിലപാടിന്റെ ഭാഗമായി ഗാസയിലുള്ളവർ മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിൽ ചെയ്യേണ്ടതുണ്ട് എന്നൊരു നിലപാട് തന്നെയാണ് നേരത്തെ സ്വീകരിച്ചിരുന്നത്. ഈ സ്വീകരിച്ച നിലപാട് തന്നെ വീണ്ടും ഊന്നി പറയുകയാണ് ട്രംപ് എന്നതാണ് ഏറെ പ്രസക്തമായ ഒരു കാര്യം. അവിടെയുള്ളവരെ, അതായത് ഗാസയിലെ സ്ഥിരതാമസക്കാരെ താല്പര്യമുള്ളവർക്ക് മാറി താമസിക്കാമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് അധികാരമേറ്റ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടന്ന കൂടിക്കാഴ്ചയിലും ഗാസയെ ഒരു സമാധാനത്തിന്റെ തുരുത്താക്കി മാറ്റുമെന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളെല്ലാം തന്നെ നടത്തിയിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോഴാണ് ഗാസയിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നേരത്തെ സൂചന വന്നിരുന്നത് ജോർദാനിലേക്കോ അല്ലെങ്കിൽ ഈജിപ്തിലേക്കോ മാറ്റാമെന്നതാണ്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടല്ല ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗാസയിൽ നിന്നുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത്, നേരത്തെ അനക്ക സൂചിപ്പിച്ചതുപോലെ 200ഓളം അംഗങ്ങളുള്ള സൈനിക വിഭാഗത്തെ ഗാസയിലേക്ക് അയച്ചിട്ടുണ്ട് അമേരിക്ക. ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് അയച്ച ഈ സൈനിക വിഭാഗം തുടർ നടപടികൾ, സമാധാന ചർച്ചകളുടെ ഭാഗമായുള്ള സൈനിക നീക്കങ്ങളും അതുപോലെ തന്നെ ഗാസയ്ക്ക് വേണ്ട മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ലോജിസ്റ്റിക് വൈദഗ്ധ്യമെല്ലാം തന്നെയുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ അവിടെ ഈ ഉത്തരവാദിത്തത്തിൽ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും കൃത്യമായ നീക്കങ്ങൾ അമേരിക്ക ഇസ്രായേലിലും അതുപോലെ തന്നെ ഗാസയിലും ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകാതെ തന്നെ, അതായത് ബന്ദികളുടെ മോചനം തിങ്കളാഴ്ച നടപ്പാക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ, ഇന്നലെ അംഗീകരിച്ച സമാധാന ധാരണ കൂടി, അതല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയുടെ കൂടി പശ്ചാത്തലത്തിൽ കാര്യമായ നീക്കങ്ങൾ വേഗം തന്നെ നടത്തി ബന്ദികളുടെ മോചനം സാധ്യമാക്കുകയും ശാശ്വത സമാധാനത്തിലേക്ക് ഗാസയെ എത്തിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.